നമുക്ക് ടോപ്പിക്ക് വന്നേക്കുന്ന റീഡിങ്ങില് ADHD ആണ്. ടെക്സ്റ്റ് എയില് മാനേജ്മെന്റ് ഓഫ് ADHDയില് GPസിന്റെ റോളിനെ പറ്റിയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബിയിൽ ADHDയുടെ ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് സിയില് മെഡിക്കേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത് ടാബ്ലർ കോളത്തില്. ടെക്സ്റ്റ് ഡിയിൽ ട്രീറ്റ്മെന്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ADHD മെഡിക്കേഷൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മെഡിക്കേഷന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് സിയിലാണ് അല്ലെ. ടെക്സ്റ്റ് സിയിൽ ആ ടാബ്ലർ കോളത്തിന്റെ ഹെഡിങ് തന്നെ പറയുന്നുണ്ട് മെഡിക്കേഷൻസ് ഫോർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആൻഡ് ടിപ്പിക്കൽ ഡോസിങ്. ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് റിലീസ് മീഥൈൽ ഫിനൈഡേറ്റ്, എക്സ്റ്റൻഡഡ് റിലീസ് മീഥൈൽ ഫിനൈഡേറ്റ്, ലോങ് ആക്ടിംഗ് മീഥൈൽ ഫിനൈഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ ടാബ്ലറ്റ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ആൻസർ കിട്ടും. കിട്ടിയായിരുന്നു എല്ലാവർക്കും ഫസ്റ്റ് വൺ? ഹെഡിങ് തന്നെ നമുക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പോസിബിൾ സൈഡ് ഇഫക്ട്സ് ഓഫ് മെഡിക്കേഷൻ. സൈഡ് ഇഫക്ട്സ് എവിടെയാ പറഞ്ഞേക്കുന്നത്? ടെക്സ്റ്റ് ഡിയില് നമുക്ക് പറയുന്നുണ്ട് ലാസ്റ്റിന് ഒരു സെക്കൻഡ് ലൈൻ ആയിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ബെനിഫിറ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഔട്ട്വൈ എനി നെഗറ്റീവ് ഇഫക്ട്സ്. കോമൺ സൈഡ് ഇഫക്ട്സ് ഓഫ് സ്റ്റിമുലർ മെഡിക്കേഷൻസ് മേ ഇൻക്ലൂഡ് appetite suppression, insomnia, palpitations and increased heart rate, feeling of anxiety, dry mouth and sweating. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു സൈഡ് ഇഫക്ട്സ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ അത്? തേർഡ് വൺ, കണ്ടീഷൻസ് വിച്ച് മേ ബി പ്രസന്റ് അലോങ് സൈഡ് ADHD. അപ്പൊ ഇതിന്റെ കൂടെ പ്രസന്റ് ആവുന്ന കണ്ടീഷൻസ് എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം? ആൻസറിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടെക്സ്റ്റ് ബി അല്ലെ. ആ ഒരു ഓവർവ്യൂവിനകത്ത് പറയുന്നുണ്ട് തേർഡ് ലൈൻ ആയിട്ട് ADHD ക്യാൻ ബി മാസ്ക്ഡ് ബൈ മെനി കോർമോബിഡ് ഡിസോർഡർ. അപ്പോ ഇതെന്താവെന്ന് പറഞ്ഞിട്ടുണ്ട്? മെനി കോർമോബിഡ് ഡിസോർഡർ മൂലം ഇത് മാസ്ക്ഡ് ആവാന്ന് പറയുന്നുണ്ട്. GPs are typically good at recognizing such depression, anxiety and substance use. അപ്പൊ ഇവിടെ നിന്നാണ് ആ ഒരു ഡിസീസ് കണ്ടീഷന്റെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ടെക്സ്റ്റ് എയില് എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്തു? അങ്ങനെ എടുത്തത്. ശരി ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ഡോക്ടേഴ്സ് കൺട്രോൾ ഓവർ എ പേഷ്യൻസ് മെഡിക്കേഷൻ. ഇപ്പൊ GPസിന്റെ റോൾ ഒക്കെ പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് എയിലാണ്. കിട്ടിയായിരുന്നോ? മെഡിക്കേഷൻ കണ്ടോണ്ട് നമുക്ക് ടെക്സ്റ്റ് എയില് ലാസ്റ്റ് ഇൻ തേർഡ് ലൈനിൽ പറയുന്നുണ്ട് വൺസ് patient has been stabilized on medication for ADHD, the psychiatrist may refer the patient back to the GP for ongoing prescribing in line with the state-based guidelines. കണ്ടോ അത്? അവിടെ റോൾ ഇവിടെയാണ് പറഞ്ഞേക്കുന്നത്, ഡോക്ടേഴ്സിന്റെ റോള് കേട്ടോ. മറ്റേടത്ത് മെഡിക്കേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഹാവിംഗ് ADHD. എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം? ടെക്സ്റ്റ് എയില് നമുക്ക് ഒരു ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് ടു റിമൈൻഡ് പേഷ്യൻസ് ദാറ്റ് ADHD is not all bad. ADHD is associated with the positive attributes such as being more spontaneous and adventurous. കണ്ടോ? Next one, 6. When patients should take their ADHD medications. ടെക്സ്റ്റ് സിയില് നമുക്ക് ആ മെഡിക്കേഷൻ എടുക്കേണ്ട ഒരു പറയുന്നുണ്ട്. എവിടെയൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് സിയില് ആ ഒരു ഇനിഷ്യേഷൻ എന്ന കോളത്തിൽ പറയുന്നുണ്ട് add a second dose 5 to 10 mg at lunch time for a week. അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ പറയുന്നുണ്ട് once daily in the morning. അതുപോലെ നെക്സ്റ്റ് ലോങ് ആക്ടിംഗിൽ പറയുന്നുണ്ട് once daily in the morning എന്നൊക്കെ പറഞ്ഞ് എപ്പോ മെഡിക്കേഷൻ എടുക്കണം എന്നതിനെ പറ്റി പറയുന്നത് ടെക്സ്റ്റ് സിയില് ആ ഇനിഷ്യേഷൻ എന്ന കോളത്തിലാണ്. കിട്ടിയായിരുന്നു എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, figuring out a patient's optimal dosage of medication.
സി അഞ്ചിട്ട് പക്ഷെ ഡി ആണ് ആൻസർ. ഡോസേജ് ഡോസ് ഫിഗർ ഔട്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് ഡിയിലാണ് പറഞ്ഞത്. ടെക്സ്റ്റ് ഡിയില് ഫസ്റ്റ് ലൈൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ഡോസേജ് ഓഫ് മെഡിക്കേഷൻ ഇസ് ഇൻഡിവിജ്വലി ഒപ്റ്റിമൈസ്ഡ്. കണ്ടോ? മറ്റടുത്ത് മെഡിക്കേഷൻസിന് ഡോസ് ആണ് പറഞ്ഞത്, ഫിഗർ ഔട്ട് ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. ഇവിടെയാണ് ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. 1 to 7 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങക്ക്? ഇല്ല. 8th question. What is the maximum recommended dose of dexapentamin? എത്രയാണ് recommended dosage പറഞ്ഞേക്കുന്നത് അവിടെ? 60 mg per day അല്ലേ? ടെക്സ്റ്റ് സിയില് ഡെക്സാഫെന്റാമിൻ എന്ന് പറയുന്ന കോളത്തില് ലാസ്റ്റ് ആയിട്ട് തേർഡ് നോക്കാം. ടോട്ടൽ ഡോസ് typically varies between 5 mg per day and 30 mg per day. Doses over 40 mg per day are uncommon. Maximum recommended dose in the NICE guidelines is 60 mg per day. അപ്പൊ നമുക്കിവിടെ മാക്സിമം റെക്കമെൻഡഡ് ഡോസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. Next one, what is typically needed to get the best result from ADHD treatments? എന്താ typically needed എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ? Multiple follow-up appointments. Multiple follow-up appointments. Yes, text D പറയുന്നുണ്ട്. Third line, the optimal dose typically require careful titration by a psychiatrist with ADHD expertise. Multiple follow-up appointments are usually required to maximize the result treatment outcome. Kando? Yes, ma'am. Next question, 10. How can GPs collect information about their patient's collateral history? എന്തായിരുന്നു ആൻസർ? Parent or partner interview. Parent or partner. നമുക്ക് ടെക്സ്റ്റ് ബിയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഓവർവ്യൂവിനകത്ത് last in third line, collateral history can be helpful for developing a timeline of symptoms. Example, parent or partner interview. Kando? Yes, ma'am. 7. What causes symptoms such as palpitations and anxiety in some patients? Side effects. Answer side effects. നമുക്ക് ടെക്സ്റ്റ് ഡിയില് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. Common side effects of stimulant medications may include palpitation and feeling of anxiety. കണ്ടോ? Yes, ma'am. Madam. What proportion of children with the ADHD will carry symptoms into adulthood? At least 40 to 50%. അല്ലേ? Nice. അവിടെ ലൊക്കേറ്റ് ചെയ്യാം. ബിയില് ഫസ്റ്റ് ലൈൻ. At least 40 to 50% of children with the ADHD will continue to meet criteria in adulthood, with the ADHD affecting about 1 in 20 adults. കണ്ടല്ലോ? Yes, ma'am. What positive personality triads are sometimes associated with the ADHD? Being more spontaneous and Answer എന്താണ്? Spontaneous and adventurous എന്നാണ് ആൻസർ. ടെക്സ്റ്റ് എയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ലൈൻ ആയിട്ട് ADHD is associated with positive attributes such as being more spontaneous and adventurous. കണ്ടോ? Yes, ma'am. 14. Spontaneous and adventurous മതിയില്ലേ? മതി. 14. Which medication has dose recommendation related to patient weight? അപ്പൊ patient weight നെ ബേസ് ചെയ്ത് ഏത് മെഡിക്കേഷൻ ആണ് ഡോസ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന്? ഏത് മെഡിക്കേഷൻ ആണ്? Atomoxetine. Atomoxetine. Text.
ടെക്സ്റ്റ് സിയില് ലാസ്റ്റ് കോളത്തിൽ പറയുന്നുണ്ട് അറ്റോമോക്സെറ്റിൻ. അവിടെ ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് for those weighing less than 70 kg started 0.5 mg per kg taken once daily for 3 days, then increase 1.2 mg per kg once daily in the morning. അപ്പൊ അവിടെയാണ് ആ ഒരു വെയിറ്റിനെ ബേസ് ചെയ്ത് ഡോസേജ് പറഞ്ഞേക്കുന്നത്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല മാം. 15 sleep, exercise, nutrition comprise the dash of further ADHD treatment when diagnosing ADHD. Building blocks. ബിൽഡിംഗ് ബ്ലോക്സ് ടെക്സ്റ്റ് എയില് അല്ലെ? ടെക്സ്റ്റ് എയില് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് in addition GPs can reinforce the importance of developing healthy sleep-wake behavior, obtaining adequate exercise and good nutrition. These are the building blocks on which other treatments based. കണ്ടല്ലോ? Next question 16. It is important to ask if the issue arose recently or are dash. ആൻസർ എന്തായിരുന്നു? ലോങ് സ്റ്റാൻഡിങ്ങോ? Standing. long standing. ലോങ് സ്റ്റാൻഡിങ്. ടെക്സ്റ്റ് ബിയിൽ പറയുന്നുണ്ട് ഒരു ലാസ്റ്റ് Fourth line. GPs are encouraged to ask whether the complaints are the recent onset or long standing. അപ്പൊ ഓൾറെഡി റീസെന്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ പറയാത്തത് ലോങ് സ്റ്റാൻഡിങ് ഉണ്ടല്ലോ. Yes, ma'am. നെക്സ്റ്റ് if it is possible to move to dash after 1 month of immediate release of medial phenetide. Longer formulations. ആൻസർ എന്തായിരുന്നു? Longer acting ഫോർമുലേഷൻ. ടെക്സ്റ്റ് സിയില് ആ ഒരു ഫസ്റ്റ് കോളത്തില് ഡോസ് എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിൽ പറയുന്നുണ്ട് doses of more than 80 mg per kg 80 mg per day are uncommon. Maximum recommended dose in the NICE guidelines is 100 mg per day. 11 transition to longer acting formulation can occur after a month. Transition means move. അപ്പൊ അവിടെ നമുക്ക് ലോങ്ങർ ആക്ടിങ് എടുക്കാം. കണ്ടല്ലോ? Yes, ma'am. Signs of ADHD can be distinguished by dash, which GPs are more likely to recognize. Many comorbid disorders. Many comorbid disorder അല്ലേ? Text B. GPs are recognized by comorbid disorders എന്നല്ലേ ആൻസർ കീഴിലുള്ളൂ? ആൻസർ കോർമോബിഡ് ഡിസോർഡേഴ്സ് മാത്രം മതി. കാരണം ടെക്സ്റ്റ് ബിയിൽ നമുക്ക് പറയുന്നുണ്ട് ഒരു ഓവർവ്യൂല് third line ADHD can be masked by many comorbid disorders that GPs are typically good for recognizing, such as depression, anxiety and substance use. അപ്പൊ അവിടെ നിന്ന് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത് കോർമോബിഡ് ഡിസോർഡേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആൻസർ എടുക്കാം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ല മാഡം, കിട്ടി. കിട്ടി. GPs should regularly check the dash of patients prescribed stimulant medication. എന്ത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്? ബ്ലഡ് പ്രഷർ. ടെക്സ്റ്റ് 8 സെക്കൻഡ് പാരഗ്രാഫിൽ തേർഡ് ലൈൻ. For patients who are taking stimulant medication, it is helpful if the GP continues to monitor their blood pressure. കണ്ടല്ലോ? Yes, ma'am. 20. Establishing the ideal dose of ADHD medication needs a dash by an expert psychiatrist. Careful titration. ആണ് വരുന്നത്. എന്താ ആൻസർ എന്തായിരുന്നു? കെയർഫുൾ titration. ടെക്സ്റ്റ് ഡിയിൽ പറയുന്നുണ്ട് ഒരു പാരഗ്രാഫിനകത്ത് ഒരു സെക്കൻഡ് ലൈൻ നോക്കാം അല്ലെ? Any analogy may be made with getting the right pair of glasses. You need the right prescription for your particular presentation with not too much correction and not too little.
The optimal dose typically require careful titration by a psychiatrist with ADHD expertise. കണ്ടല്ലോ? Yes, ma'am. Yes, ma'am. Yes, ma'am. പാർട്ട് ബി നോക്കാം. പാർട്ട് ബി ക്വസ്റ്റ്യൻ നമ്പർ 1 കോഡ് ഓഫ് കണ്ടക്ട് അപ്ലൈസ് ടു. ആൻസർ ചാർലി ആണ്. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയായിരുന്നു മാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൽഫ ഡോക്ടേഴ്സ് ഫ്രണ്ടിങ് പേഷ്യൻസ് ഓൺ ഫേസ്ബുക്ക്. നമുക്ക് പറയുന്നുണ്ട് the code of conduct line code of conduct the code of conduct contain guideline about the required standard of professional behavior which apply to registered health practitioner where they are interacting in person or online. The code of conduct also articulates standards of professional conduct in relation to privacy and confidentiality on patients' information, including when using social media. Social media use ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് കോഡ് ഓഫ് കണ്ടക്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്നില്ല, സോഷ്യൽ മീഡിയ എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? Yes, ma'am. Yes, ma'am. പിന്നെ ബി പ്രൈവസി സെറ്റിംഗ് വെൻ യൂസിങ് സോഷ്യൽ മീഡിയ. നമുക്ക് പ്രൈവസി സെറ്റിംഗ്സ്, അതായത് കോഡ് ഓഫ് കണ്ടക്ടയുടെ തേർഡ് ലൈൻ പറയുന്നത് കോഡ് ഓഫ് കണ്ടക്ട് ഓൾസോ ആർട്ടിക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് ഇൻ റിലേഷൻ ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് വെൻ യൂസിങ് സോഷ്യൽ മീഡിയ എന്നാണ്. അതായത് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ പ്രൈവസി സെറ്റിംഗ്സിലായിട്ട് ഇത് അപ്ലൈ ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ലൈൻ ഒരു സെക്കൻഡ് ലൈനായിട്ട് പറയുന്നുണ്ട് code which apply to registered health practitioner whether they are interacting in persons or online. അതായത് കോഡ് ഓഫ് കണ്ടക്ട് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഒരു രജിസ്റ്റേർഡ് ഹെൽത്ത് പ്രാക്ടീഷണർ പേഴ്സണോടെ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ട് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോണിക് ആൻഡ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. കേട്ടോ എല്ലാവരും? Yes, ma'am. Yes, ma'am. ഭയങ്കര മഴയും കാറ്റൊക്കെയാണ്. The second question, why does dysphagia often require complex management? നിങ്ങൾക്ക് കേൾക്കാവോ ഞാൻ ഈ പറയുന്നതൊക്കെ? കേൾക്കാം Yes, മാഡം. ma'am. ഒച്ച കുറവാണ്. പറയണേ. അപ്പോ ഈ എന്താണ് ഡിസ്ഫാജിയക്ക് ഒരു കോംപ്ലക്സ് മാനേജ്മെന്റ് ആവശ്യമുള്ള കാരണമാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. നോക്കാം. ഓപ്ഷൻ ആൻസർ ചാർലി ആണ്. ബിക്കോസ് ഇറ്റ് സെൽഡം occurs without other symptoms. ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസർ എടുക്കാം. ഓപ്ഷൻ എ because it negatively influence the cardiac system. കാർഡിയാക് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ലൈൻ ആയിട്ട് ഫസ്റ്റ് പാരഗ്രാഫില്. ദ ഫോളോയിങ് സിസ്റ്റം വർക്ക് വിത്ത് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ദ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ഇൻ ടേൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കാർഡിയാക് സിസ്റ്റം. അതായത് ഓരോ സിസ്റ്റം ഓരോന്നോട് ലിങ്ക്ഡ് ആണെന്നാണ് കാണിച്ചത്, അല്ലാതെ കാർഡിയാക് സിസ്റ്റത്തിൽ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ആവുന്നു എന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് ആൽഫ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബീറ്റ ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കോൺട്രാസ്റ്റ് കോംപ്ലക്സ് ആൻഡ് നോൺ കോംപ്ലക്സ് കേസസ്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ബോർഡിലി ദി ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ കോംപ്ലക്സ് ആൻഡ് നോൺ കോംപ്ലക്സ് കേസസ്. ഇവിടെ ഓപ്ഷനിൽ ഡിഫിക്കൽട്ട് കോൺട്രാസ്റ്റ് എന്നാണ്. ഡിഫിക്കൽട്ട് എന്ന് പറയുന്നില്ല, ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ കോംപ്ലക്സ് ആൻഡ് നോൺ കോംപ്ലക്സ് എന്നാണ് അല്ലേ? ഡിഫിക്കൽട്ട് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പിന്നെ നമുക്ക് ചാർലി ബിക്കോസ് ഇറ്റ് ഈസ് സെൽഡം occurs without other symptoms. അത് നമുക്ക് എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം? ലാസ്റ്റ് പാരഗ്രാഫില് ഒരു തേർഡ് ലൈൻ തൊട്ട് പറയുന്നുണ്ട് there a complex client present the skills of advanced clinician are required. അപ്പോൾ ഒരു കോംപ്ലക്സ് ക്ലയന്റ് പ്രസന്റ് ആയാല് അഡ്വാൻസ്ഡ് സ്കിൽസ് ഉള്ള ഒരു ക്ലിനീഷ്യനെ ആവശ്യമാണ്. സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ് ഷുഡ് ബി sought for newly graduated clinician or those with insufficient experience to manage complex case. അതായത് ഇവർ എന്ത് ചെയ്യാ, ഒരു കോംപ്ലക്സ് കേസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ന്യൂലി ഗ്രാജുവേറ്റഡ് ക്ലിനീഷ്യൻസ് എന്ത് ചെയ്യാ, സൂപ്പർവിഷൻ ആൻഡ് മെന്ററിംഗ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നാൽ അവിടെ എന്ത് ആവശ്യമാണ്? അഡ്വാൻസ്ഡ് സ്കിൽസ് ഉള്ള ഒരു ക്ലിനീഷ്യനെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഈ ലൈൻസ് വെച്ചിട്ട് ചാർലി എടുക്കാം.
because it seldom occurs without other symptoms. അതായത് ഇത് റയർലി അതർ സിംറ്റംസ് ഒന്നും ഇല്ലാതെയാണ് ഡിസ്ഫാജിയ നമുക്ക് അഫക്ട് ചെയ്യുന്നതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മേഡം അത് ഇപ്പഴത്തെ ലാസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ എടുത്തൂടെ? സെക്കൻഡ് ലൈൻ ആണോ? അല്ല, ഫ്യൂ ക്ലയൻസ് പ്രസന്റ് വിത്ത് ഡിസ്ഫാജിയ ഇൻ ഐസൊലേഷൻ. ഇവിടെ ലൈൻ എവിടെ? ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനിലെ മാം. അത് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ. ഡ്യൂ ടു ദ ഫിസിയോളജിക്കൽ കോംപ്ലക്സിറ്റി ദ ഹ്യൂമൻ അവിടെ ബോഡി ഫ്യൂ ക്ലയൻസ് പ്രസന്റ് വിത്ത് ഡിസ്ഫാജിയ ഇൻ ഐസൊലേഷൻ. അവിടെ കുറച്ച് ക്ലയൻസ് പ്രസന്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു എന്താണ് സെൽഡം ഒക്കർ വിത്തൗട്ട് അതർ സിംറ്റംസ്, സിംറ്റംസിന്റെ കാര്യം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് കൂടുതലും നമുക്ക് താഴേന്നും എടുക്കാം, അതുപോലെ സന്ധ്യ പറഞ്ഞ പോലെ ലാസ്റ്റ് ലൈനിൽ നിന്നും എടുക്കാം. കൂടുതലും മാച്ച് ആവുന്ന താഴെയാണ് കേട്ടോ, ആ ഒരു ക്ലിനിക്കിന്റെ സ്കില്ലൊക്കെ വെച്ചിട്ട്. ഓക്കെ മാം. ഓക്കെ മാം. തേർഡ് ക്വസ്റ്റ്യൻ, ദ മെയിൻ പോയിന്റ് ഓഫ് ദ എക്സ്ട്രാക്ട് ഈസ്. അപ്പൊ എക്സ്ട്രാക്ടിന്റെ മെയിൻ പോയിന്റ് എന്തെന്നാണ്? ആൻസർ കിട്ടിയായിരുന്നോ? അത് കിട്ടി. ആൻസർ വന്നിട്ട് ബീറ്റയാണ്. ബീറ്റ. ഇപ്പൊ മാറിപ്പോയി. കിട്ടിയായിരുന്നു, എഴുതി വന്നപ്പോ മാറിപ്പോയി. എടാ നിങ്ങൾ പറയുന്നത് എനിക്ക് അധികം കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ, തുറക്കെ പറയണേ. ഓപ്ഷൻ എ, ഹൗ ടു ഫൈൻഡ് എ ഡോക്യുമെന്റ്സ് അബൌട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ഓസ്ട്രേലിയ. ഇവിടെ ഡോക്യുമെന്റ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് പറയുന്നില്ല അല്ലേ? അതെ. പിന്നെ സി, ദാറ്റ് ഡെന്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. നമുക്ക് ലാസ്റ്റ് ലൈനായിട്ട് ഒരു വെബ്സൈറ്റ് തരുന്നുണ്ട്. ദ കറന്റ് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ ഗൈഡ് ലൈൻ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ അവൈലബിൾ www.ada.org.au. അതായത് അവിടെ നമുക്ക് ഇത് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു എക്സ്ട്രാക്ടിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡോക്യുമെന്റ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നല്ല. പിന്നെ ചാർലി, ഡെന്റൽ ഇൻഫെക്ഷൻ പ്രോട്ടോകോൾ മസ്റ്റ് ബി അപ്ഡേറ്റഡ്. ഇവിടെ അപ്ഡേറ്റഡ് ആക്കണോ എന്നും പറയുന്നില്ല മസ്റ്റ് ആയിട്ടും. ഉണ്ടോ? അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, എവരി പ്ലേസ് വെയർ ഡെന്റൽ കെയർ ഈസ് പ്രൊവൈഡഡ് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് എയ്തർ ഹാർഡ് കോപ്പി ഓർ ഇലക്ട്രോണിക് ഫോം. അതായത് ഡെന്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്ലേസിലും മസ്റ്റ് ആയിട്ടും എന്തുണ്ടായിരിക്കണം? താഴെ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് dental practices must have a guide for infection control. മനസ്സിലാവാത്തവരുണ്ടോ? തേർഡ് വൺ. ഇല്ല മാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ഇഫക്ട്സ് ഫ്രം പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആർ ഓഫൺ. ചാർലി കിട്ടിയോ? കിട്ടിയായിരുന്നു. യെസ്. ഇവിടെ ഓപ്ഷൻ എ, അവോയ്ഡബിൾ ഇൻ യങ് പീപ്പിൾ. നമുക്ക് യങ് പീപ്പിളിൽ അവോയ്ഡബിൾ എന്ന് പറയുന്നില്ല. കാരണം ഒരു സെക്കൻഡ് പാരഗ്രാഫില് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്, however adverse effects are thought to be preventable in almost 90% of cases in the elderly. എൽഡർലിക്ക് ആണ് 90% പ്രിവെന്റബിൾ ആയിട്ട് പറയുന്നത്. പക്ഷെ ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ യങ്ങേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൺലി 24% കമ്പയർ ആണ് എന്ത് അവോയ്ഡബിൾ അല്ലെ, പ്രിവെന്റബിൾ എന്ന് പറയുന്നത്. അപ്പൊ യങ് പീപ്പിളിന് അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ബീറ്റ, അൺപ്രഡിക്റ്റബിൾ ഇൻ ദ എൽഡർലി. എൽഡർലിക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നൊരു പോയിന്റും പറയുന്നില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ചാർലി ആണ് ആൻസർ, കോസ്ഡ് ബൈ മിസ് കമ്മ്യൂണിക്കേഷൻ. അത് നമുക്ക് തേർഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട്. മെനി ഓഫ് ദീസ് റീസൺ ഇൻവോൾവ് ഇൻഅഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻസ് ഓർ ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രാക്ടീഷണർ. അപ്പൊ ഈ ഒരു കാരണം, ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രാക്ടീഷണറും തമ്മിലുള്ള ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇൻഅഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അവിടെ നിന്നാണ് മിസ് കമ്മ്യൂണിക്കേഷൻ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല മാഡം. നമുക്ക് നല്ല മഴയും ഇടിയൊക്കെയാണ്. അപ്പൊ ഇടിയൊക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ഗൈഡ് ലൈൻ ട്രൈസ് ടു യൂസ് ടെർമിനോളജി ദാറ്റ്. ആൽഫ കിട്ടിയോ? ഇത് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ബീറ്റ നോക്കാം. distinguishes disadvantaged groups from the traditional majority. നമുക്ക് എവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം ബീറ്റ? ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിനെ പറ്റി പറയുന്നില്ല. പക്ഷെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു തേർഡ് ലൈന് പറയുന്നുണ്ട്, ഇൻ സം ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ടേം
underrepresented groups is used again to refer only to the disproportionate representation of some cities. അതായത് ഇവിടെ അണ്ടർ റെപ്രസെന്റഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഡിസ്അഡ്വാൻറ്റേജ് ഗ്രൂപ്പിനെ പറ്റി പറയുന്നില്ല അല്ലെ. ഇല്ല. അതെ. പിന്നെ സി, ക്ലാരിഫൈ ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് റേസ് ജെൻഡർ കൾച്ചർ. ഇവിടെ പ്രൊപ്പോർഷൻ ഒന്നും ക്ലാരിഫൈ ചെയ്യുന്നില്ല. നമുക്ക് ജെൻഡർ, റേസ്, സെക്ഷൽ ഓറിയന്റേഷൻ, കൾച്ചേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പ്രൊപ്പോർഷൻ ഒന്നും ക്ലാരിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ആൻസർ ആൽഫ, പ്രസന്റ് വാല്യൂ ഫ്രീ ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. വാല്യൂ ഫ്രീ ഇൻഫർമേഷൻ നമുക്ക് അതിന് പകരം എന്ത് പറയുന്നുണ്ട്, അതായത് ഒരു മിഡിൽ ലൈനിൽ പറയുന്നുണ്ട് ടേംസ് സച്ച് ആസ് മൈനോറിറ്റി, visible minority, non-visible minority, or language minority are used in some areas. അപ്പൊ ഈ ഒരു ടേം ആണ് ചില ഏരിയസിൽ യൂസ് ചെയ്യുന്നത്. When doing so, the panel refers solely to their proportionate numbers within the larger population and infer no value in the term to imply less importance or less power. ഇവിടെ no value എന്ന വേർഡ് വെച്ച് നമുക്ക് എന്തെടുക്കാം, വാല്യൂ ഫ്രീ എടുക്കാം. പിന്നെ ആ ഒരു ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് പറയുന്നുണ്ടല്ലോ, ആ സോഷ്യൽ ഗ്രൂപ്പ്സിനെയാണ് മൈനോറിറ്റി, വിസിബിൾ മൈനോറിറ്റി, നോൺ വിസിബിൾ മൈനോറിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. കണ്ടോ? ഇവിടെ എലിമിനേറ്റ് ചെയ്താലേ കൂടുതലും കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. 6. What is the purpose of this extract? ഈ എക്സ്ട്രാക്ടിന്റെ പർപ്പസ് ആണ് ആൽഫ, ടു ഇലിസ്ട്രേറ്റ് സിറ്റുവേഷൻ വേർ പേഷ്യന്റ് മേ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു ഗിവ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും അല്ലെ, ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ എടുക്കാൻ പറ്റൂടെ. ഓപ്ഷൻ എയില് ബി, ടു ആർഗ്യൂ ദാറ്റ് ഹോസ്പിറ്റൽ ബ്രൗഷർ ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ മെയിൻ ലാംഗ്വേജ്. അങ്ങനെ ആർഗ്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്ക് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് ഷുഡ് യു പ്രൊവൈഡ് ബ്രൗഷേഴ്സ് ഇൻ എ ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അതർ ദാൻ ഇംഗ്ലീഷ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്, അല്ലാതെ ആർഗ്യൂ ഒന്നും ചെയ്യുന്നില്ല മെയിൻ ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്യണമെന്ന് അല്ലേ. To provide guidance to people who are victims of discrimination. Discrimination means differentiation. അങ്ങനെ ഒരു ഗൈഡൻസും കൊടുക്കുന്നില്ല. നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഒരു ലാസ്റ്റ് ഒരു ഫോർത്ത് ലൈനിലായിട്ട്, ഫോർ എക്സാമ്പിൾ സം അബോറിജിനൽ പീപ്പിൾ മേ ബി കൾച്ചറലി ലെസ് ഇൻക്ലൈൻ ടു കംപ്ലൈൻ. അപ്പൊ കുറച്ച് എന്താണ് അബോറിജിനൽ പീപ്പിൾസ് ഇൻക്ലൈൻ ചെയ്യാനായിട്ട്, കംപ്ലൈൻ ചെയ്യാനായിട്ട് കൾച്ചറലി ലെസ് ഇൻക്ലൈൻഡ് ആയിരിക്കും, particularly to non-aboriginal people with certain conditions such as hepatitis C or mental illness may have a concerns about discrimination. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനുള്ള പീപ്പിളിന് എന്തുണ്ടാവും, ഡിസ്ക്രിമിനേഷൻ മീൻസ് ഡിഫറൻസിയേഷനെ പറ്റി ഒരു കൺസേൺ കാണും. That will make them less likely to speak if they are not satisfied or if something is wrong. അതായത് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷന്റെ കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, എന്തെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിലോ സ്പീക്ക് ചെയ്യത്തില്ല എന്ന് പറയും, ലെസ് ലൈക്ലി ടു സ്പീക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു റീസൺ കാണിച്ചേക്കുവാണ് അല്ലെ, ടു ഇലിസ്ട്രേറ്റ് സിറ്റുവേഷൻ വെയർ പേഷ്യൻസ് മേ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു ഗീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. മനസ്സിലായോ നിങ്ങക്ക്? T1, topic difficult to treat depression. Question number 1. In the first paragraph, what point does the writer make about the treatment of depression? For treatment of depression, writer എന്ത് പോയിന്റ് ആണ് ഇവിടെ മേക്ക് ചെയ്തേക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഡെൽറ്റ ആണ്. കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് depression remains a leading cause of distress and disability worldwide. In one country's survey of health and well-being in 2007, 70.2% of people surveyed had experienced a mood disorder in the previous 12 months. അപ്പോൾ ഒരു സർവേയിൽ അവർ 7.2% പീപ്പിൾ എന്താണെന്ന് പറയുന്നുണ്ട്, പ്രീവിയസ് 12 മന്ത് ആയിട്ട് മൂഡ് ഡിസോർഡർ അഫക്ട് ചെയ്യുന്നവരാണ്. Those affected reported a mean of 11.7 disability days. അപ്പോൾ അഫക്ട് ചെയ്തവര് 11.7 disability days റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. When they are completely unable to carry out or hard to cut down on their usual activities owing to their health.
in the previous 4 weeks. There was also evidence of substantial under-treatment. Amazingly, only 35% of people with a mental health problem had a mental health consultation during previous 12 months. അതായത് ആകെ ഒരു 35% പീപ്പിൾ മാത്രമാണ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പ്രീവിയസ് 12 മന്ത് ആയിട്ട്. 3/4 ഓഫ് ദോസ് സീക്കിംഗ് ഹെൽപ്സ് ആർ GP. അപ്പൊ അതില് ഒരു 75% ആരെയാണ് കാണുന്നത്? GPസിനെയാണ് കാണുന്നത്. In the 2015 to 16 follow-up survey, not much had changed. അപ്പോൾ follow-up surveyയിലും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ല. Again, there was evidence of substantial unmet need, and again GPs were the health professionals most likely to be providing care. ഇതാണ് പാരഗ്രാഫ്. ഓപ്ഷൻ എ 75% of depression sufferers visited their GP for treatment. അങ്ങനെയല്ല, ലാസ്റ്റിൽ നിന്ന് ഒരു ഫോർത്ത് ലൈനൊക്കെ ആയിട്ട് പറയുന്നത് amazingly only 35% of people with mental health problem had a mental health consultation during the previous 12 months. ആ 35%-ൽ 3/4 ആണ് ആരെ കാണുന്നത്? GPസിനെ. മനസ്സിലായോ? പിന്നെ ബി GP struggle to meet the need of patient with depression. GPs നീഡ് മീറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടില്ല എവിടെയും, അല്ലേ? സി treatment for depression takes an average of 11.7 days a month. ട്രീറ്റ്മെന്റ് ഫോർ ഡിപ്രഷൻ അല്ല പറയുന്നത്. ഈ ഡിപ്രഷൻ മൂഡ് ഡിസോർഡർ അഫക്ട് ചെയ്തവർക്ക് 11.7 ഡിസബിലിറ്റി ഡേയ്സ് ഉണ്ടായി എന്നാണ് പറഞ്ഞേക്കുന്നത് പ്രീവിയസ് 4 week 12 month ആയിട്ട്, അല്ലേ? അപ്പൊ അതും റോങ് ആണ്. പിന്നെ ഡെൽറ്റ മോസ്റ്റ് പീപ്പിൾ വിത്ത് ഡിപ്രഷൻ സിംറ്റംസ് നെവർ റിസീവ് ഹെൽപ്പ്. കാരണം എന്താണ്? ഒരു ലാസ്റ്റ് ഫോർത്ത് ലൈനിൽ പറയുന്നുണ്ടായിരുന്നു ആകെ 35% പീപ്പിൾ മാത്രമാണ് മെന്റൽ ഹെൽത്ത് കൺസൾട്ടേഷൻ എടുക്കുന്നത്. അപ്പൊ ബാക്കി റിമൈനിങ് 65% പീപ്പിൾ എന്താണ്? ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല. ഒരുപാട് പേരും എടുക്കുന്നില്ല എന്നൊരു മീനിങ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? In the second paragraph, the writer suggests that GPs എന്താ പറയുന്നത്? ചാർലി കിട്ടി നിങ്ങക്ക്? സെക്കൻഡ് പാരഗ്രാഫില് റൈറ്റർ GPസിനെ പറ്റി എന്ത് പറയുന്നു എന്നാണ്. നമുക്ക് ആർക്കും കിട്ടിയില്ല? സിന്ധു കിട്ടിയോ? ഇല്ല, നോക്കാം. While GPs have many skills in the assessment and treatment of depression. അപ്പോൾ ഇതിന് GPസിന് many skills, ഒരുപാട് സ്കിൽസ് ഉണ്ട് ഇതിനൊക്കെ. They are often faced with people with depression who simply do not get better. അതായത് അവർ കാണുന്ന ഡിപ്രഷനുള്ള പേഷ്യൻസ് സിംപ്ലി ബെറ്റർ ആവത്തില്ല ഡിസ്പൈറ്റ് ദ യൂസ് ഓഫ് പ്രൂവൻ ഫിസിയോളജിക്കൽ ആൻഡ് ഫാർമക്കോളജിക്കൽ തെറാപ്പീസ്. GPs are well placed on regard as they often have a longitudinal knowledge of the patient, understand his or her circumstance. അതായത് ഈ GPസിന് അവരുടെ പേഷ്യന്റിനെ പറ്റി ഒരു ലോങ്ങിറ്റ്യൂഡിനൽ നോളജ് ഉണ്ട്, അതുപോലെ അവരുടെ സർക്കംസ്റ്റൻസിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ആണ്, സ്ട്രെസേഴ്സിനെ പറ്റിയും സപ്പോർട്ടേഴ്സിനെ പറ്റിയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. Can marshal this knowledge into a coherent and comprehensive management plan. അപ്പോൾ ഇയാളെ ഈ ഒരു നോളജെല്ലാം കൂടി കളക്ട് എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ചെയ്ത് ഒരു കൊഹേർട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് മാനേജ്മെന്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. ഓഫ് കോഴ്സ് GP should not soldier on alone if they feel the patient is not getting better. അതായത് ഇവർ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യന്റ് ബെറ്റർ ആയില്ല എങ്കിൽ ഇവർ ഒറ്റയ്ക്കല്ല പൊരുതുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുക, ആൽഫ they are in a good position to conduct long-term studies on their patients. സെക്കൻഡ് പാരഗ്രാഫിൽ സ്റ്റഡീസിന്റെ കാര്യമൊന്നും പറയുന്നില്ല, അല്ലേ? Third one, options B, lack training in the treatment and assessment of depression. Lack training അല്ല, ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് GPs had many skills in assessment and treatment of depression, അല്ലേ? D, sometimes struggle to create cohort management plan. Cohort management plan create ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു എല്ലാം പറയുന്നുണ്ടോ അവിടെ? ഇല്ല. അവരുടെ ഈ നോളജ് എല്ലാം കളക്ട് ചെയ്ത് അവരൊരു കോഹോർട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് മാനേജ്മെന്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനും റോങ് ആണ്. പിന്നെ സി ഷുഡ് സീ ഹെൽപ്പ് വെൻ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആർ ഇൻഇഫക്റ്റീവ്. ലാസ്റ്റ് ലൈനിൽ പറയുന്നില്ലേ, ഓഫ് കോഴ്സ് GPs
Of course, should not soldier GPs should not soldier on alone. If they feel the patient is not getting better, അതായത് ആ ഒരു പേഷ്യന്റ് ബെറ്റർ ആയില്ലെങ്കിൽ അതിന് പൊരുതാൻ ഒറ്റയ്ക്കല്ല, കൂടെ ആരുണ്ട്? സൈക്കാട്രിസ്റ്റും കാണും. അങ്ങനെയാണ് നമുക്ക് ആൻസർ ചാർലി. ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am. 9. What do the result of the study described in the third paragraph suggest? തേർഡ് പാരഗ്രാഫിൽ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് അവിടെ പറയുന്നുണ്ട്. അത് എന്താ സജസ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ചാർലി. കിട്ടിയോ? കിട്ടിയിരുന്നു. കിട്ടി. സിമ്പിൾ ആയിരുന്നു അല്ലേ? ഉം. തേർഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, in trying to understand what happens when GPs feel stuck while treating someone with a depression. അപ്പോൾ ഈ ഡിപ്രഷൻ ഉള്ള കുറച്ച് പേരൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ GPസിന് സ്റ്റക്ക് ആയതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന്റെ കാരണം അറിയാനായിട്ട് ദേ കണ്ടക്ട് എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി. അതിന്റെ എയിം എന്ന് പറയുമ്പോൾ ടു ഗോജ് ദ റെസ്പോൺസ് ഓഫ് GPs ടു ദ ടേം ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ. അപ്പോൾ ഈ ടേമിന്റെ റീസൺ കണ്ടുപിടിക്കാനാണ് ഇവർ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് while there was a confusion around the exact meaning of the term. അവർ എന്ത് ഫൈൻഡ് ചെയ്തു? ആ ഒരു ടേമിന്റെ എക്സാക്ട് മീനിങ്ങിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. GPs could relate to it as broadly encompassing range of individuals and presentation. Option A, GPs prefer the term treatment resistant depression to difficulty to treatment depression. difficulty to treat depression. അവര് പ്രിഫർ ചെയ്യുന്നൊന്നും പറയുന്നില്ല അല്ലേ? അതെ. പ്രിഫർ ചെയ്യുന്നൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ട് അതല്ല, എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബി, പേഷ്യന്റ് വിത്ത് ഡിഫിക്കൽട്ടി ടു ട്രീറ്റ് ഡിപ്രഷൻ സംടൈംസ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ട്രീറ്റ്മെന്റ്. നമ്മുടെ സ്റ്റഡി റിസൾട്ട് അതാണോ? അല്ല. പേഷ്യന്റ് അല്ല അവിടെ സ്റ്റക്ക് ആവുന്നത്. സ്റ്റക്ക് ആവുന്ന ആരാണ്? ഇവിടെ പറയുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റ് സ്റ്റക്ക് ആവുന്നു. സ്റ്റക്ക് ആവുന്ന ആരാണ്? GPs ആണ്. വെൻ GPs feel stuck while treating someone with depression എന്നാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. പിന്നെ ഡി, there is an identifiable subgroup of patient with difficulty to treat depression. ഐഡന്റിഫയബിൾ സബ് ഗ്രൂപ്പിനെ പറ്റി അങ്ങനെയല്ല പറയുന്നുണ്ടല്ലേ, പക്ഷേ ലാസ്റ്റ് പറയുന്നുള്ള സബ് ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റഡിയുടെ റിസൾട്ട് എന്താണെന്ന്. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തൂടെ? സ്റ്റഡി റിസൾട്ട് എവിടെ പറയുന്നുണ്ട്? ഫസ്റ്റ് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് അത് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന കാര്യവും അതിന്റെ എയിമും പറയുന്നുണ്ട്. തേർഡ് ലൈനിൽ പറയുന്നുണ്ട് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് while there was confusion around the exact meaning of the term. അപ്പോൾ ടേമിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ അവിടെ നിന്നാണ് ആൻസർ. ദ ടേം ഡിഫിക്കൽട്ടി ടു ട്രീറ്റ് ഡിപ്രഷൻ ലാക്സ് എ പ്രിസൈസ് ഡെഫിനിഷൻ. പ്രിസൈസ് മീൻസ് ആക്യുറേറ്റ് അല്ലെങ്കിൽ എക്സാക്ട്. മനസ്സിലായോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ 10th one. Paragraph 4 suggests that ബീറ്റയാണ്. അതും നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. One scenario in which depression can be difficult to treat in the context of physical illness. അതായത് ഫിസിക്കൽ ഇൽനെസിന്റെ കൂടെ ഡിപ്രഷൻ കൂടി വന്നാൽ എന്ത് ചെയ്യാണ്? ട്രീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഡിപ്രഷൻ ഈസ് ഓഫൺ എക്സ്പ്രസ്ഡ് ബൈ ഫിസിക്കൽ സിംറ്റംസ്. ഡിപ്രഷൻ കോമൺ ആയിട്ട് എക്സ്പ്രസ് ആവുന്നത് ഫിസിക്കൽ സിംറ്റംസ് വഴിയാണ്. However, it is also true is that people with chronic physical ailments are a high risk of depression. അപ്പോൾ ഈ ക്രോണിക് ഫിസിക്കൽ ഇൽനെസ് ഉള്ളവർക്ക് ഡിപ്രഷന്റെ റിസ്ക് ഹൈ ആണെന്ന് പറയുന്നുണ്ട്. ഫങ്ഷണൽ പെയിൻ സിൻഡ്രോം where the origin and cause of pain are unclear. അപ്പോൾ ഈ ഫങ്ഷണൽ പെയിൻ സിൻഡ്രോത്തിന്റെ ഒറിജിനും കോസും അൺക്ലിയർ ആണ്, പർട്ടിക്കുലർലി ട്രിക്കി ആണ്. അപ്പോൾ പേഷ്യൻസ് എന്തെങ്കിലും ക്ലിനീഷ്യന്റെ അടുത്ത് പെയിൻ കംപ്ലൈന്റ് ചെയ്ത് നമ്മളത് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യണം ആസ് എ ലെജിറ്റിമേറ്റ് ഈവൻ ഇഫ് ദർ ഈസ് നോ ഒബ്വിയസ് ഫിസിക്കൽ കോസ്. പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ കോസ് ഇല്ല എങ്കിലും പേഷ്യൻസ് എന്തെങ്കിലും പെയിൻ കംപ്ലൈന്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യുക. യൂസ് ഓഫ് അനാൽജസിക് ക്യാൻ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ് ഇൻക്ലൂഡിംഗ് ഡിപ്പെൻഡൻസ്. അപ്പോൾ അനാൽജസിക്സിന്റെ യൂസ് ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ടാക്കും. പേഷ്യന്റ് വിത്ത് കോർമോബിഡ് ക്രോണിക് പെയിൻ ആൻഡ് ഡിപ്രഷൻ റിക്വയർ കെയർഫുൾ ആൻഡ് സെൻസിറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഫ്രം ദ GP to ensure consistency of care and support. Option A നോക്കാം. Prescribing analgesic is unadvisable when treating patient with depression. ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യുന്ന പീപ്പിളിന് ഈ ഒരു പേഷ്യന്റിന് അനാൽജസിസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അൺഅഡ്വൈസബിൾ ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല.
ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും പറയുന്നില്ല. എന്താണ് അനാൽജസിക് എന്തുണ്ടാക്കുന്നു, ഡിപ്പെൻഡൻസി ഉണ്ടാക്കുന്നു എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അൺഅഡ്വൈസബിൾ ആണ് എന്നൊരു ഓപ്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സി, പേഷ്യന്റ് വിത്ത് ഡിപ്രഷൻ മേ ഹാവ് അൺഡയഗ്നോസ്ഡ് ക്രോണിക് ഫിസിക്കൽ അയിൽമെന്റ്സ്. അൺഡയഗ്നോസ്ഡ് ക്രോണിക് ഫിസിക്കൽ അയിൽമെന്റ്സ് ഉണ്ടെന്നൊന്നും പറയുന്നില്ല, ഉണ്ടോ? ഇല്ല. However, it is also true that people with chronic physical ailments are a high risk of depression എന്നാണ് പറയുന്നത്, അല്ലാതെ അൺഡയഗ്നോസ്ഡ് ഇൽനെസ് ഉള്ള കാര്യമൊന്നും പാരഗ്രാഫിൽ പറയുന്നില്ല. ഡി, ഡോക്ടേഴ്സ് ഷുഡ് ബി മോർ കെയർഫുൾ വെൻ അക്സെപ്റ്റിംഗ് പെയിൻ കംപ്ലൈൻസ് ആസ് ലെജിറ്റിമേറ്റ്. അവരുടെ പെയിൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ലെജിറ്റിമേറ്റ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലെ നെക്സ്റ്റ് പാരഗ്രാഫില് പേജില്. പക്ഷെ അതിൽ അവര് കെയർഫുൾ ആയിരിക്കണം എന്നൊരു ഓപ്ഷൻ ഒന്നും പറയുന്നില്ല, ഉണ്ടോ? ഇല്ല. 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 പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പാരഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് നോക്കിയേക്കണേ. പിന്നെ നമുക്ക് ബീറ്റ് എടുക്കാം. ദ co-occurrence of depression with chronic condition make it harder to treat from the first line അല്ലേ? അതെ. Yes, ma'am. ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, വൺ സിനാരിയോ ഇൻ വിച്ച് ഡിപ്രഷൻ ക്യാൻ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിസിക്കൽ ഇൽനെസ്. ഇത് നമുക്ക് ആൻസർ എടുക്കാം. ഓക്കെ ആണോ? ഓക്കെ മാം. 11, according to paragraph 5, people with BPD have. ഡയറക്റ്റ് ആൻസർ ആണ് കിട്ടിയത് നിങ്ങൾക്ക്. Yes, ma'am. ബീറ്റ. Yes, beta. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, it is often difficult to tackle the topic of depression co-occurring with BPD. People with BPD have as a part of the core disorder a perturbation of affect associated with marked variability of the mood. ഇവിടെ നിന്നാണ് നോട്ടീസബിൾ മൂഡ് ചേഞ്ചസ് വിച്ച് ആർ സെൻട്രൽ ടു ദ ഡിസോർഡർ. സെൻട്രലിന് പകരം എന്ത് പറയുന്നുണ്ട്? പാർട്ട് ഓഫ് ദ കോർ പറയുന്നുണ്ട്. കോർ ഡിസോർഡർ മീൻസ് സെൻട്രൽ ഡിസോർഡർ. കണ്ടോ? അത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് 11 ഡെൽറ്റ അല്ല ആൻസർ. അല്ല, ബീറ്റ. ഡെൽറ്റ ആണോ ഇട്ടേക്കുന്നത് ആൻസർ കീയില്? ബാക്കിയുള്ളവരോ? ഡെൽറ്റ അല്ല, ബി. സന്ധി കേട്ടോ? ഓക്കെ മാം. ബി ആണ്, ഡെൽറ്റ വരത്തില്ല. ഓപ്ഷൻ എ, ഡിപ്രഷൻ ഒക്കറിങ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിസോർഡർ. ബിപിഡിയുടെ ഫലമായിട്ടല്ല ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്, അങ്ങനെയല്ല. കോ ഒക്കറിങ് വിത്ത് ഡിപ്രഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഡിപ്രഷൻ കോ ഒക്കറിങ് വിത്ത് ബിപിഡി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബി, സി, എ ടെൻഡൻസി ടു ഹാവ് ആക്സിഡന്റ്സ് ആൻഡ് ഇഞ്ചുറീസ് ദംസെൽഫ്. ആക്സിഡന്റ്സ് ആൻഡ് ഇഞ്ചുറീസിന്റെ കാര്യം പറയുന്നുണ്ട് നെക്സ്റ്റ് ലൈൻ. ദിസ് ക്യാൻ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദ പേഷ്യന്റ് ടു ഡീൽ വിത്ത് ആൻഡ് ക്യാൻ ഫീഡ് സെൽഫ് ഇഞ്ചുറീസ് ആൻഡ് അതർ ഹാംഫുൾ ബിഹേവിയർ. സെൽഫ് ഇഞ്ചുറീസും അതർ ഹാംഫുൾ ബിഹേവിയറും ഉണ്ടാകാമെന്നാണ് പറയുന്നത്, അല്ലാതെ ആക്സിഡൻസ് ഉണ്ടാക്കുന്നു പറയുന്നില്ല അല്ലെ? അതെ. ഡെൽറ്റ, പ്രോബ്ലം ടാക്ലിംഗ് ദി ടോപ്പിക് ഓഫ് ദ ഡിപ്രഷൻ. ഇവിടെ BPD എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ ഈ ടോപ്പിക് ഓഫ് ഡിപ്രഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, എലിമിനേറ്റ് ചെയ്ത് സെക്കൻഡ് ലൈനിൽ എടുക്കാം. ഇറ്റ്സ് എ കോർ ഡിസോർഡർ, എ പെർച്ചുബറേഷൻ ഓഫ് അഫക്റ്റ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് വേരിയബിലിറ്റി ഓഫ് മൂഡ്. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ മാം. 12th question. In paragraph 5, what does the phrase from the cornerstone means regarding the BPD? അപ്പൊ കോർണർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, കോർണർ മീൻസ് ബേസ് അല്ലെങ്കിൽ സെൻട്രൽ എന്നൊക്കെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പൊ ഒരു ഫ്രേസ് മീനിങ്ങിൽ നിന്നാണ് ഫിസിയോളജിക്കൽ തെറാപ്പീസ് ആർ ജനറലി ദ ബേസിസ് ഓഫ് ട്രീറ്റ്മെന്റ്. നമുക്ക് വായിക്കുമ്പോഴും മനസ്സിലാവും അല്ലെ? നോക്കാം. യൂസ് ഓഫ് മെന്റലൈസേഷൻ ബേസ്ഡ് ടെക്നിക് ഈസ് ഗെയിനിങ് സപ്പോർട്ട് and psychological treatment such as dialectical behavior therapy from the form the cornerstone of care. അപ്പോ ഈ dialectical behavior therapy ഈ കെയറിന്റെ ഒരു കോർണർ സ്റ്റോൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ dialectical behavior therapy എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് സൈക്കോളജിക്കൽ തെറാപ്പീസ് ആർ ജനറലി ദ ബേസിസ് ഓഫ് ട്രീറ്റ്മെന്റ്. ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടിയായിരുന്നു. ബീറ്റ, there is more evidence for using mentalization than dialectual. അങ്ങനെയൊന്നും പറയുന്നില്ല കമ്പാരിസൺ. പിന്നെ ആ ഒരു കോർണർ സ്റ്റോൺ വെച്ച് അതല്ല മീൻ ചെയ്യുന്നത്. സി, ബിഹേവിയർ തെറാപ്പി ഡയലക്ച്വൽ തെറാപ്പി ഈസ് എൻ ഒപ്റ്റിമം ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്രഷൻ. ബിഹേവിയർ തെറാപ്പിയുടെ കാര്യവും ഇവിടെ പറഞ്ഞിട്ടില്ല, ഡെൽറ്റയും എലിമിനേറ്റ് ചെയ്യാം. 13,
In paragraph 6, what does the writer suggest about research into bipolar depression management? അപ്പൊ ബൈപ്പോളർ ഡിപ്രഷൻ മാനേജ്മെന്റ് റിസർച്ചിനെ പറ്റി റൈറ്റർ ഇവിടെ എന്താ സജസ്റ്റ് ചെയ്തേക്കുന്നത്? ബീറ്റയാണ് ആൻസർ. കിട്ടിയായിരുന്നോ? Yes, ma'am. നോക്കാം. ലാസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ്. Another particular problematic and well-known form of depression is that which occurs in the context of bipolar disorder. അതായത് ഈ ഡിപ്രഷൻ ഇതിന്റെ കൂടെ ഒക്കർ ചെയ്യുന്നത് ഒരു പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. Firm data on how best to manage bipolar depression is surprisingly lacking. അപ്പോൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള ഡേറ്റ എന്താണ്? ലാക്കിംഗ് ആണ്. It is clear that ഇത്ര മാത്രം മതി. Alpha, there is enough data to establish the best way to manage bipolar depression. Enough data ആണോ? സർപ്രൈസിംഗ്ലി ലാക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ അല്ലേ? അതെ, lucky. പിന്നെ C, a lack of patient with the condition make it difficult to collect data on its management. Lack of patience-ന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. Delta, too few studies have investigated the more effective ways to manage this condition. Few studies ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതെന്നും പറയുന്നില്ല. നമുക്ക് ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് അതിനെ എങ്ങനെ ബെസ്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം എന്നുള്ള ഡേറ്റ ലാക്കിംഗ് ആണ്. സെക്കൻഡ് ലൈനിൽ അവിടെ നിന്നാണ് റിസർച്ച് ഹാസ് നോട്ട് പ്രൊവൈഡഡ് the evidence for ideal management plan yet. 14. In paragraph 6, what does the writer suggest about the use of medication when treating bipolar depression? മെഡിക്കേഷന്റെ യൂസിനെ പറ്റി റൈറ്റർ എന്താ സജസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക്. ഓപ്ഷൻ ബി, മെഡിക്കേഷൻസ് ടിപ്പിക്കലി മേക്ക് മാറ്റർ വേഴ്സ് rather than better. അതായത് ബെറ്റർ ആക്കുന്നതിനേക്കാളും കൂടുതൽ വേഴ്സ് ആക്കുന്നു എന്ന് അങ്ങനെ പറയുന്നില്ല അല്ലേ? കാര്യം ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫില് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് അൺഅപ്പോസ്ഡ് ആന്റി ഡിപ്രസൻസ് എന്ത് ചെയ്യുന്നു? കണ്ടീഷൻ വേഴ്സ് ആക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് പാരഗ്രാഫില് ഒരു ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആൻഡ് എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ക്യാൻ അലിവേറ്റ് മച്ച് ഓഫ് ദ സഫറിങ്. അതായത് സഫറിങ്സിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് വേഴ്സും ചെയ്യുന്നുണ്ട് ചില മെഡിക്കേഷൻസ്, ചിലത് റെഡ്യൂസും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ബീറ്റ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ കമ്പാരിസൺ പറയുന്നില്ല. പാരഗ്രാഫ് ഓ 6th പാരഗ്രാഫ് ഇല്ല അല്ലെ? 6th പാരഗ്രാഫ് എന്നല്ലേ ചോദിച്ചത്? 6th പാരഗ്രാഫിൽ ആ വേഴ്സ് ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ rather അതേ than paragraph അല്ലേ വരുന്നത്? പറയുന്നുണ്ട്. പക്ഷെ rather than better ആക്കുന്നു എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. ഇല്ല. വേഴ്സ് ആക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ചാർലി, മെഡിക്കേഷൻ ക്യാൻ ഹെൽപ്പ് പ്രിവെന്റ് ലോങ് ടേം റിലാപ്സ് വെൻ കമ്പൈൻഡ് വിത്ത് ഫാമിലി എഡ്യൂക്കേഷൻ. ഇവിടെ ഫാമിലി എഡ്യൂക്കേഷന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറയുന്നില്ല? ഒരു കോമ്പിനേഷൻ പറയുന്നില്ല. ലാസ്റ്റ് ലൈനിൽ ഫാമിലി എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഡെൽറ്റ, സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഷുഡ് പ്രിസ്ക്രൈബ് മെഡിക്കേഷൻ ഫോർ ബൈപോളർ ഡിസോർഡർ rather than GP. അങ്ങനെ പറയുന്നില്ല. സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിസ്റ്റിന്റെ കാര്യത്തില് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് എനിക്ക് അതാ കിട്ടിയ സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിക് ഇൻപുട്ട് ഈസ് ഓഫൺ റിക്വയർഡ് ടു അച്ചീവ് ദ ബെസ്റ്റ് ഫാർമക്കോളജിക്കൽ അപ്രോച്ച്. ഒരു ബെസ്റ്റ് അപ്രോച്ചിന് ഇവരുടെ ഇൻപുട്ട് ആവശ്യമാണ് എന്നേ പറയുന്നുള്ളൂ. rather than GP എന്ന് പറയുന്നുണ്ടോ അവിടെ? ഇല്ല. പിന്നെ ആൻസർ ആൽഫ, there is evidence for positive and negative result for different medication. അതായത് സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ നെഗറ്റീവ് റിസൾട്ട് പറയുന്നുണ്ട്, കണ്ടീഷൻ വേഴ്സ് ആക്കുമെന്ന്. ലാസ്റ്റ് പാരഗ്രാഫിൽ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എന്താക്കുമെന്ന് പറയുന്നുണ്ട്, സഫറിങ്സ് റെഡ്യൂസ് ചെയ്യുമെന്ന് പറയും. അപ്പൊ നമുക്ക് അലിവേറ്റ് ചെയ്യാൻ മീൻസ് റെഡ്യൂസ് ചെയ്യുക. അപ്പൊ രണ്ടും പറയുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ സിന്ധു പറഞ്ഞ പോലെ അവിടെ rather than better എന്നല്ല, വേഴ്സ് ആക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിന് ബീറ്റ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ മാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാഡം, ക്ലിയറാ.